വഴിതെറ്റിപ്പോയ ഫെസ് നഗരത്തിൻ്റെ മെദീന ഭാഗത്തു നിന്ന് പുറത്തു കടക്കാൻ വഴി കണ്ടുപിടിച്ചതോടെ സുനീർ ആശ്വാസത്തോടെ 3 ജ്യൂസ് ഓർഡർ ചെയ്തു. മൊറോക്കോയിലെ ഫെസ് എന്ന നഗരത്തിലെ പുരാനഗര ഹൃദയത്തിലെ ഒരു ജ്യൂസ് കടയുടെ തിണ്ണയിലിരുന്നാണ് ഞങ്ങൾ ഈ വഴി കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിയത്. ഗൈഡിനെ നഷ്ടപ്പെട്ട് ഇനി മടങ്ങിപ്പോകുന്നത് എങ്ങനെയെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ആ ക്യാമറ ഒരു വഴികാട്ടിയായി മാറിയത്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ 1/3 പലപ്പോഴും സഞ്ചാരത്തിൽ നിങ്ങൾ കാണാറുള്ളൂ. എഡിറ്റ് ചെയ്ത് 1/3 ചുരുക്കും. എൻ്റെ യാത്രയുടെ മിക്കവാറും എല്ലാ ദൃശ്യങ്ങളും ഞാൻ പകർത്തിക്കൊണ്ടിരിക്കും. സഞ്ചാരത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു നഗരത്തിലേക്ക് കടക്കുന്നതും ആ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ ഓടുന്നതും എല്ലാം എൻ്റെ ക്യാമറ പകർത്തിക്കൊണ്ടിരിക്കും. അതിലൊരു കഥ രൂപപ്പെടുത്തി അതിനെ എഡിറ്റ് ചെയ്ത് അത് ഇന്ന് കാണുന്ന സഞ്ചാരമാക്കി മാറ്റുമ്പോഴേക്കും അതിൻ്റെ 2/3 വിഷ്വൽസും നമ്മൾ കളഞ്ഞിട്ടുണ്ടാവും. തുകൽ സംസ്കരിക്കുന്ന ടാനറികളെല്ലാം കണ്ട ശേഷം ഉള്ള യാത്രയുടെ അവസാന ഭാഗത്തെ ഷോട്ടുകളെല്ലാം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കടന്നു വന്ന തെരുവിലെ ഏറ്റവും അവസാനത്തെ 1-2 കടകളുടെ പേര് കിട്ടി. അത് മതി, ആ പേര് വെച്ച് ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ സ്ഥലം എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ആ കടയുടെ പേര്. ഗൂഗിൾ മാപ്പ് ആ സ്ഥലം കാണിച്ചു തന്നു. അവിടെ ഒരു ചെറിയ സ്ക്വയറാണെന്ന് മനസ്സിലായി. ഇനി അങ്ങോട്ട് പോകാൻ ഈ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചാൽ മതി എന്ന് തീരുമാനമായി. ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടി അവിടെ നിന്നിരുന്ന് വിശ്രമിക്കാമെന്നുള്ള മൂഡിലായിരുന്നു റിസ്വാനും സുനീറും. ഞാൻ പറഞ്ഞു, നമുക്ക് നടക്കണ്ടേ, നമുക്ക് ഇനിയും കുറേ കാഴ്ചകളുണ്ട്. ഞാൻ നിർബന്ധപൂർവ്വം പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരെയും ആയിട്ട് ഈ ഇടുങ്ങിയ തെരുവുകളിലൂടെ നടന്നു. അതിമനോഹരമാണ് ഈ ഫെസ്സിൻ്റെ ഈ പുരാനഗരം. കളർഫുള്ളായ തെരുവുകൾ, നിറഞ്ഞൊഴുകുന്ന ടൂറിസ്റ്റുകൾ, സുവനീർ കടകൾ, മനോഹരമായ പെയിൻറ്റിങ്ങുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇടത്തെരുവുകൾ, റെസ്റ്റോറൻറ്റുകൾ, ചുമടുമായി പോകുന്ന കഴുതകൾ, ഉന്തുവണ്ടികൾ. അവിടെ നിന്ന് ചില ഇടത്തെരുവുകൾ ആരംഭിക്കുന്നുണ്ട് വേറെ ചില ഭാഗങ്ങളിലേക്ക്. ആ ഇടത്തെരുവുകളിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. നമ്മൾ നിൽക്കുന്ന ഒരു തെരുവിലാണോ ആധുനികമായൊരു മാളിനകത്താണോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്തരത്തിലുള്ള ചില ഇടത്തെരുവുകളുടെ നിലമൊക്കെ ഗംഭീരമായി മാർബിൾ വിരിച്ച് മേൽക്കൂരയിൽ തടി കൊണ്ട് പാനൽ ചെയ്ത് 2 വശത്തും കടകളിങ്ങനെ നിരന്ന് നിൽക്കുന്ന അതിമനോഹരമായ സ്ട്രീറ്റുകളാണ് ചിലത്. അവിടെയും ആളുകൾക്ക് നടന്നേ പോകാൻ കഴിയുള്ളൂ, വാഹനങ്ങളൊന്നും അനുവദിക്കില്ല. പക്ഷേ ചില തെരുവുകൾ, എനിക്ക് തോന്നുന്നു ആ തെരുവിലെ കച്ചവടക്കാരെല്ലാം കൂടെ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ തെരുവിനെ ആകെ ആധുനികമാക്കിയിരിക്കുന്നു, അതിഗംഭീരമാക്കിയിരിക്കുന്നു. അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ ഒരു ജനസമൂഹത്തിന് സാംസ്കാരിക ബോധമുണ്ടാകുമ്പോൾ ഇത്തരം പുരാനഗരങ്ങളൊക്കെ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന കൊതുക് പാറിപ്പറക്കുന്ന മാലിന്യം നിറഞ്ഞ തെരുവുകളല്ലാതെ നമ്മുടെ ധാരാവിയൊക്കെ പോലെ ആയി മാറേണ്ടിയിരുന്ന ഒരു പ്രദേശത്തെ എത്ര മനോഹരമാക്കി മാറ്റുക എന്നതിൻ്റെ ഉദാഹരണം ഞാൻ അവിടെ നിന്ന് കാണുകയാണ്, ഷൂട്ട് ചെയ്തെടുക്കുകയാണ്. അവിടുന്ന് വീണ്ടും ഞങ്ങൾ നടന്നു ഇടത്തെരുവുകളിലൂടെ, ജനക്കൂട്ടത്തിനിടയിലൂടെ. അങ്ങനെ നടന്ന് നമ്മൾ എത്തുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്കാണ്, അറ്റാറിൻ മദ്രസ. മദ്രസ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മതപാഠശാലകളാണ്, മുസ്ലിം മതപാഠശാലകളാണ്. ഇത് നൂറ്റാണ്ടുകൾ മുമ്പത്തെ ഒരു സ്കൂളാണ്. 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലുമൊക്കെ സജീവമായിരുന്ന, അറബി നാടുകളിൽ നിന്ന് പോലും ആളുകൾ പഠിക്കാൻ ഒരു കാലത്തെത്തിയിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അതിനൊരു വലിയ ഗേറ്റുണ്ട്, വാതിലുണ്ട്, മരവാതിലുണ്ട്. അത് തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം. നിലം മാർബിൾ വിരിച്ചിരിക്കുകയാണ്, ചുവരുകൾ കല്ലാണ്, മേൽക്കൂരയും വശങ്ങളിലെ കൊത്തളങ്ങളും കൊത്തുപണികളും ഒക്കെ മരമാണ്. ഇതെല്ലാം സൂക്ഷ്മമായ കൊത്തുപണികൾ കൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഓരോ ചുവരും ഓരോ കഥകളാണ് പറയുന്നത്. അതിൻ്റെ നിലം, അതിൻ്റെ മേൽക്കൂര, ഈ നമ്മൾ കയറി ചെല്ലുന്ന ഒരു നടുമുറ്റത്തിലേക്കാണ്. ഈ നടുമുറ്റത്തിൻ്റെ ചുറ്റും മുറികളാണ്. അത് 2 നിലയായിട്ടാണ് മുറികൾ. മുകളിലത്തെ നിലയിലെ മുറികൾക്കെല്ലാം മനോഹരങ്ങളായ ജാലകങ്ങൾ. ഈ ജാലകത്തിലൂടെ താഴത്തെ നടുമുറ്റത്തേക്ക് എത്തി നോക്കുന്ന ടൂറിസ്റ്റുകളെ നമുക്ക് ഈ നടുമുറ്റത്ത് താഴെ നിൽക്കുമ്പോൾ കാണാം. ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഒക്കെ വളരെ സജീവമായിരുന്നൊരു വിദ്യാലയം. ഇതിൻ്റെ മുകളിലത്തെ നിലകളൊക്കെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മുറികളായിരുന്നു. അവിടുന്ന് ഇടുങ്ങിയ പടിക്കെട്ടുകൾ കയറി മുകളിലത്തെ നിലയിലേക്ക് കയറാം. മുകളിലത്തെ നിലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെറിയ മുറികളാണ്. കൂടിപ്പോയ ഒരു 3 പേർക്ക് കഷ്ടിച്ച് കിടക്കാൻ കഴിയുന്ന തരം മുറികൾ. ഈ മുറികൾക്കെല്ലാം പുറത്തേക്ക് തുറക്കുന്നൊരു ജാലകമുണ്ട്. ഈ ജാലകം തുറക്കുന്നത് നമ്മൾ മുമ്പേ നിന്ന ആ നടുമുറ്റത്തേക്കാണ്. അവിടുന്ന് ഇറങ്ങി, അവിടുന്ന് നമ്മൾ ഇതിൻ്റെ ഒരു കവാടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു വലിയൊരു പടിപ്പുര പോലത്തെ ഒരു ഭാഗം. അത് തുറന്ന് നമ്മൾ വീണ്ടും ഈ തെരുവിലേക്ക് ചെല്ലുമ്പോൾ പുതിയ 2 കലാകാരന്മാർ അവിടെ നിൽക്കുന്നു. അവർ ഒരു തരം ഡ്രമ്മും കൊട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ട്രഡീഷണലായ ഈ മൊറോക്കോയുടെ ഡ്രമ്മാണത്. അത് പ്രത്യേക വേഷമൊക്കെ ധരിച്ച് രസകരമായി നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുന്നു. മൊറോക്കോയിലെ ഒരു ഗോത്രവിഭാഗമാണ് ബെർബർ ഗോത്രം. അവരാണ് അവിടുത്തെ പ്രബലരായ ജനസമൂഹം.
ഈ ബെർബർ ഗോത്രത്തിൻ്റെ വേഷത്തിൽ ബെർബറുകാരുടെ ഒരു ട്രഡീഷണൽ സംഗീതമാണ് ഇവരവിടെ നിന്ന് കൊട്ടുന്നത്. കുറേ നേരം ഞങ്ങളവിടെ നിന്ന് ഞാനത് ഷൂട്ട് ചെയ്തെടുത്തു. സഞ്ചാരത്തിൽ അത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് കാണാനും ഷൂട്ട് ചെയ്യാനും കുറേയേറെ ടൂറിസ്റ്റുകൾ വട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മൾ നടക്കുമ്പോൾ മറ്റൊരു മദ്രസ യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്നൊരു കോംപ്ലക്സിലേക്ക് ചെല്ലും. അവിടെയും ഇതുപോലെ തന്നെയാണ്. ഏതാണ്ട് ഇതിലേക്കാൾ മനോഹരമായ ക്യാമ്പസാണ്. അതിഗംഭീരമായൊരു മോസ്കോ അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ചുറ്റി നടന്ന് കണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് അധിക സമയം ഈ പുരാനഗരത്തിൽ ചിലവഴിക്കാനില്ല. ഇനി പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കാറ് കിടക്കുന്നിടത്ത് എത്തണം. ഒരു കടയുടെ പേര് വെച്ചാണ് നമ്മളിനി തപ്പിപ്പോകേണ്ടത്. അങ്ങനെ ആ പേരുള്ള എത്രയോ കടകൾ ഇവിടെ ഉണ്ടാവാം. ഏതായാലും നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് നമ്മൾ ആ കട കണ്ടുപിടിച്ചു. ആ കടയുടെ മുമ്പിൽ ഒരു സ്ക്വയറാണ്. പക്ഷേ ആദ്യത്തെ ഒരു നോട്ടത്തിൽ നമ്മുടെ കാർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം അവിടെ വേറെയും കുറേ കാറുകൾ കിടപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചുറ്റി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാർ കണ്ടു കിട്ടി. പക്ഷേ വേറൊരു തമാശയുണ്ട്. നമ്മൾ ഈ കാർ കൊണ്ടുപോയി പാർക്ക് ചെയ്തിരുന്നുണ്ടല്ലോ, അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്താണ്, കറക്റ്റ് മുമ്പിൽ. പോലീസ് സ്റ്റേഷനാണെന്ന് നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഞെട്ടലോടെ ഞങ്ങൾ ഓർത്തു, നമ്മുടെ വഴികാട്ടിയെ പിടിച്ചുകൊണ്ടൊന്ന് മിക്കവാറും ഇതിനകത്തോട്ടായിരിക്കും. ഞാനും സുനീറും കൂടെ ഇതിനകത്ത് കയറി പുള്ളി ഇവിടെ ഉണ്ടോയെന്ന് നോക്കിയാലോ, എന്താ സംഭവം എന്നറിഞ്ഞാലോ എന്നൊന്ന് ചർച്ച ചെയ്തു. അപ്പോഴത്തേക്ക് റിസ്വാൻ പറഞ്ഞു, പൊന്നു സുഹൃത്തുക്കളെ, ഒരു പണിക്കും പോകണ്ട, വേറെ വല്ല കേസ് വേണമെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് തൂങ്ങും, ഉള്ള നേരത്തെ സ്ഥലം വിടാൻ നോക്കാം. അതാണ് ബുദ്ധിയെന്ന് ഞങ്ങൾക്കും തോന്നി. നമ്മളിനി ഈ ഫെസ് നഗരത്തോട് വിട പറയുകയാണ്. ശരിക്കും നമുക്കിനി പോകേണ്ടത് റബാത്ത് നഗരത്തിലേക്കാണ്. റബാത്ത് നഗരത്തിൽ ഇന്ന് രാത്രി താമസിക്കാനുള്ള ഹോട്ടൽ മുറികൾ ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. റബാത്ത് ഇവരുടെ തലസ്ഥാന നഗരമാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി റബാത്തിലെത്തുക, റബാത്തിൻ്റെ കാഴ്ചകൾ ചിത്രീകരിക്കുക, ഇന്ന് രാത്രി റബാത്തിൽ താമസിക്കുക, നാളെ രാവിലെ അവിടെ നിന്ന് മറാക്കേഷ് എന്ന ഇവരുടെ ചരിത്ര നഗരത്തിലേക്ക് യാത്രയാവുക. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐറ്റിനറി. പക്ഷേ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ സുനീർ ഒരാശയം പറഞ്ഞു, സന്തോഷേട്ടാ, നമുക്കേ വേറൊരു വഴിക്ക് പോയാലോ, ഇന്ന് റബാത്തിലേക്ക് നാളെ പോകാം, ഇന്ന് നമുക്ക് ഇഫ്രാനിലേക്ക് പോയാലോ. ഞാൻ ചോദിച്ചു, ഇഫ്രാനോ? അതെവിടെ? ഈ മൊറോക്കോയിൽ മഞ്ഞു മൂടിയ മലനിരകളും മഞ്ഞു മൂടിയ സുഖവാസ കേന്ദ്രങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞു, സാധാരണഗതി വിശ്വസിക്കില്ല. കാരണം ആഫ്രിക്കയുടെ വടക്കൻ ഭാഗത്ത് സഹാറ മരുഭൂമിയുടെ ഒരു ഭാഗമായിട്ട് കിടക്കുന്ന ഒരു രാജ്യത്ത് മഞ്ഞു മൂടിയ മലനിരകളുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കില്ല. എന്നാൽ ഈ അറ്റ്ലസ് മലയുടെ മുകളിൽ ഇഫ്രാൻ എന്ന് പറയുന്നൊരു പട്ടണമുണ്ട്. കഴിഞ്ഞ ആഴ്ചയും കൂടെ എൻ്റെ ചില സുഹൃത്തുക്കൾ പോയിട്ട് മഞ്ഞ് മൂടി കിടക്കുകയാണ് അവിടെ. മഞ്ഞുകാലത്ത് ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ്. ഇപ്പോഴും ആ മഞ്ഞുണ്ട് അവിടെ. കഴിഞ്ഞ ആഴ്ച അവർ പോയിട്ട് മഞ്ഞ് കാരണം വഴി ബ്ലോക്കായി അവർക്ക് പാതി വഴി പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അവരെൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ, അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിരിക്കില്ലേ. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നതല്ലേ, അപ്പോൾ അത് ക്യാൻസലാവില്ലേ? അത് പോട്ടെ, ഇപ്പോൾ ഇഫ്രാനിൽ ചെന്നാൽ എവിടെ താമസിക്കും? അത് നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ, ധാരാളം ഹോം സ്റ്റേകളുണ്ട്, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. തന്നെയല്ല, എൻ്റെ ആ ഫ്രണ്ടിന് അവിടെ വീടുണ്ട്. വേറൊന്നും കിട്ടിയില്ലെങ്കിൽ അയാളെ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി താമസിക്കാം. അയാളുടെ വീടുണ്ട്. ഹോളിഡേ ഹോമുകളാണത്. കാരണം ഈ സമ്മർ കാലത്ത് മൊറോക്കോയിലെ സമ്പന്നർ ഈ പ്രദേശത്തേക്ക് താമസം മാറ്റും, കുറേ ആഴ്ചകളോളം, അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ ഒക്കെ. അപ്പോൾ അവർ താമസിക്കാൻ വേണ്ടി അവരവരുടെ ഹോളിഡേ ഹോമുകൾ അവിടെ പണിതിടും. അവർ താമസിക്കാത്തപ്പോൾ ഇത്തരം ഹോളിഡേ ഹോമുകൾ അന്യനാട്ടുകാർക്ക് അത് വാടകയ്ക്ക് കൊടുക്കും. അത്തരത്തിൽ ധാരാളം ഹോളിഡേ ഹോമുകളുള്ളൊരു സ്ഥലമാണ് ഇഫ്രാൻ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? തന്നെയല്ല, അറ്റ്ലസ് പർവ്വതച്ചെരുവിലൂടെയുള്ളൊരു യാത്ര രസകരമായിരിക്കുമല്ലോ. ഞാനും ആലോചിച്ചു, ശരിയാ, അതേതായാലും നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റബാത്തിലേക്ക് നാളെ രാവിലെ പുറപ്പെട്ടാൽ കൃത്യസമയത്ത് അവിടെ എത്തുമോ? എന്നിട്ട് വൈകിട്ടത്തോടുകൂടി നമുക്ക് മറാക്കാഷിലെത്താൻ പറ്റുമോ? അതെത്താം. പുള്ളി സമ്മതിച്ചു. ശരി, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുതിയ പദ്ധതിയിലില്ലാത്തൊരു റൂട്ടിലൂടെ വണ്ടി വിടുകയാണ്. അങ്ങനെ ഹൈവേയിലേക്ക് കയറുന്നു. ഫെസ് നഗരം പിന്നിലാവുന്നു. മലഞ്ചെരിവുകളിലൂടെ താഴ്വാരങ്ങളിലേക്ക് വണ്ടി ഓടുന്നു. ഹൈവേകളൊക്കെ രസകരമാണ് അവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫെസ് മലകളുടെയും താഴ്വരകളുടെയും ഒക്കെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു നഗരമാണ്. നഗരം പിന്നിടുന്നു. കൃഷിയിടങ്ങളാവുന്നു, ഒലിവ് തോട്ടങ്ങളാവുന്നു, പച്ചക്കറികളുടെ വമ്പൻ തോട്ടങ്ങൾ, അതെല്ലാം പിന്നിടുന്നു. ഈ ഒലിവ് തോട്ടങ്ങളുടെ ഓരങ്ങളിൽ റോഡ് സൈഡിൽ ധാരാളം കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. വഴിയോരങ്ങളിൽ ഇങ്ങനെ ലൈൻ ഒപ്പിച്ച് കിടക്കുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ ഒലിവ് തോട്ടങ്ങളിൽ ആളുകൾ ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ട് വരും. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ കുടുംബമായിട്ടിങ്ങ് പോരും. ഒരു പുതപ്പും അടുപ്പും പാത്രങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും വരിക. പുതപ്പ് നിലത്ത് വിരിക്കും, കുടുംബാംഗങ്ങളെല്ലാം വട്ടത്തിലിരിക്കും. വീട്ടിൽ നിന്ന് പാചകം ചെയ്തതോ പകുതി പാചകം ചെയ്തതോ ഒക്കെ ആയ സാധനം കൊണ്ടുവരും. ഇവിടെ ഇരുന്ന് പാചകം ചെയ്യും, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ആ മരത്തണലിൽ കുറേ നേരം കഥകൾ പറഞ്ഞിരിക്കും.
അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചെറിയ പിക്നിക് സംഘങ്ങളുടെ വണ്ടികളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കും വിശപ്പ് കൂടി. ഈ സമയമായപ്പോഴത്തേക്കും 2 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പം സുനീർ പുലർച്ചെ 4 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജ്യൂസൊക്കെ കഴിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ സുനീർ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കണം ഏതായാലും. അപ്പോൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വലതുവശത്ത് ഒരു വലിയൊരു ഗേറ്റ്. അപ്പോൾ അതൊരു റെസ്റ്റോറൻറ്റാണ്. അതിൻ്റെ സൂചന കണ്ടപ്പോൾ സുനീറിന് മനസ്സിലായി. അതിനകത്തേക്ക് വണ്ടി വിട്ടു. അതിവിശാലമായൊരു ഉദ്യാനമാണ്, വലിയൊരു പ്രദേശം. അതിനകത്ത് കുറേയേറെ മരങ്ങൾ, അങ്ങേയറ്റത്ത് ഒരു കെട്ടിടം. അതിൻ്റെ പേര് പാർക്ക് യാക്കൂട്ട് എൽ അറ്റ്ലസ് എന്നാണ്, നീണ്ട പേരാ, പാർക്ക് യാക്കൂട്ട്. അപ്പോൾ അവിടെ നമ്മൾ കയറി ചെല്ലുന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ ഒരു ഭാഗത്ത് ഒരു കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൻ്റെ സമീപത്ത് ഒരു ടേബിളുണ്ട്, വലിയൊരു ടേബിളാണ്. ഈ ടേബിളിൽ കുറേ മൺപാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തീ കത്തുന്നുണ്ട്. ഈ മൺപാത്രങ്ങൾക്കെല്ലാം ഒരു അടപ്പുണ്ട്. അപ്പം അവിടെ ലഭിക്കുന്ന വിഭവങ്ങളാണ് ഈ മൺപാത്രങ്ങളിൽ നിരത്തി വെച്ചിരിക്കുന്നത്. ഓരോന്നോരോന്ന് നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ആ നമ്പരാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആദ്യത്തേത് സുനീർ പോയി തുറന്നു. ബീഫാണ്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ കുറേ ബീഫൊക്കെ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക വിഭവം. അടുത്തത് പൊക്കി നോക്കുന്നു. അത് കുറച്ച് വെജിറ്റബിൾസാണ്. നമ്മുടെ വഴുതനങ്ങ, ചെറിയ വഴുതനങ്ങയും എന്തൊക്കെയോ ചേർത്ത വെജിറ്റബിൾ കറി വിഭവം. അടുത്തത് ആടാണ്, ആടിൻ്റെ വിഭവം, ചിക്കൻ, ഇങ്ങനെ പല വിഭവങ്ങൾ. ഇതിങ്ങനെ ഓരോന്നോരോന്ന് പൊക്കി നോക്കി. ഏതായാലും ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി നടക്കുമ്പോഴത്തേക്ക് സുനീർ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ കൗണ്ടറിൽ പോയിട്ട്. ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞേ? നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ, ഞങ്ങളിവിടെ പറഞ്ഞോളാം. എന്നെ ഒഴിവാക്കി വിട്ടു. അങ്ങനെ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. നല്ല സുഖകരമായ തണുപ്പ്. കാത്തിരിക്കുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി, ഒരു യുവതി വരുന്നു. ആ പാത്രം കൊണ്ടുവന്ന് മേശ വെച്ചു. മൂടി തുറന്നു നോക്കി, വെജിറ്റബിൾസാണ്. അടുത്തത് കൊണ്ടുവന്ന് വെച്ചു, അത് ബീഫാണ്. മൂന്നാമത്തെ തുറന്നു നോക്കി, ആടാണ്. ഞാൻ ചോദിച്ചു നമ്മൾ ഈ 3 പേർക്ക് വേണ്ടി ഇത്രയും വിഭവങ്ങളുടെ ആവശ്യമുണ്ടോ? സുനീർ പറഞ്ഞു അത് വേണം, ഇത് പോരാതെ വരും. സുനീർ പിന്നെയും എന്തൊക്കെ ഓർഡർ ചെയ്യാൻ പോകും. ഞാൻ പറഞ്ഞു സുനീർ ഇത് ധാരാളമല്ലേ, പോരാ, ഇതൊന്നുമല്ല വേണ്ടത്, നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ, കാപ്പി വേണ്ടേ, ചായ വേണ്ടേ? സുനീറിനെ സൽക്കരിച്ചിട്ടങ്ങ് മതിയാവുന്നില്ല. ഈ സുനീർ തലശ്ശേരിക്കാരനാണ്. ഈ തലശ്ശേരിക്കാരുടെ ഒരു സൽക്കാരത്തിൻ്റെ വൈഭവം അല്ലെങ്കിൽ അവരുടെ ആ പ്രതിബദ്ധതയൊക്കെ നമ്മൾ കാണുന്ന ഇത്തരം ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോഴാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. ഭക്ഷണം വിളമ്പിയാണ് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് മുഴുവൻ. ഈ കുബൂസ് മുറിച്ചെടുക്കുക, എന്നിട്ട് ഈ പാത്രത്തിനകത്തെ മാംസം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് അതിങ്ങനെ എടുക്കുക. അത് എല്ലാവർക്കും ഓരോ പ്ലേറ്റൊന്നുമില്ല. ഇതൊരു അറബി സംസ്കാരമാണല്ലോ, മൊറോക്കൻ സംസ്കാരം അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരേ പാത്രത്തിൽ നിന്ന് കുബൂസ് ചേർത്ത് ആ കറിയെടുത്ത് ആസ്വദിക്കുക. അതിഗംഭീരമായ വിഭവങ്ങളാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഏതായാലും അധികം താമസിച്ചില്ല, ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനിയും കുറേ ദൂരെ യാത്രയാണ് ഈ ഫ്രാനിലേക്ക്. നമ്മൾ യാത്ര തുടരുമ്പോൾ അങ്ങകലെ അറ്റ്ലസ് മലനിരകൾ കാണാം. ആ മലനിരകളിലേക്ക് വേണം നമുക്കിനി പോകാൻ. കുറച്ച് കഴിയുന്നതോടുകൂടി നമ്മൾ മല കയറ്റം തുടങ്ങുകയാണ്. താഴ്വാരത്തുനിന്ന് മല കയറി തുടങ്ങുന്നു. മല കയറി തുടങ്ങുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങുന്നു. താഴ്വാരത്ത് താഴെ ചില ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ കുറേ സമ്പന്ന വീടുകൾ. അപ്പോൾ സുനീർ പറഞ്ഞു ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ തരം ഹോളിഡേ ഹോമുകളാണ്, സമ്പന്നരുടെ സുഖവാസ കേന്ദ്രങ്ങൾ, അവരുടെ അവധിക്കാല വസതികൾ. ചിലതൊക്കെ അടഞ്ഞാണ് കിടക്കുന്നത്. വീണ്ടും ഓടുകയാണ്. പല ഗ്രാമങ്ങൾ പിന്നിട്ട് ഈ ഗ്രാമങ്ങളൊന്നും അത്ര സമ്പന്നമല്ലെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവിടെ നല്ല കുറേയേറെ വീടുകൾ റോഡിനോട് ചേർന്നുണ്ട്. ഞാൻ പറഞ്ഞു വണ്ടി ഇവിടെ നിർത്ത്, നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് കയറാം. കാരണം നമ്മൾ ഇതുവരെ ഒരു ഗ്രാമത്തിനുള്ളിലേക്ക് പോയിട്ടില്ല. ഒരു സാധാരണ മൊറോക്കോക്കാരൻ്റെ ഒരു ജീവിതം, ഗ്രാമം, വീട്, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങി. അപ്പോൾ ഈ വണ്ടി നിർത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെൺകുട്ടി മുട്ടയും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി ചെല്ലുന്നത് എൻ്റെ ക്യാമറ ഓണാണല്ലോ. അപ്പോൾ സുനീർ മുമ്പേ ചെന്നു. ഈ പെൺകുട്ടിക്ക് ആദ്യം ഒരു നാണമൊക്കെ ആയിരുന്നു. സുനീർ പേര് ചോദിച്ചു. പിന്നെ ഈ പെൺകൊച്ചിന് കുറച്ച് പൈസ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അതോടെ അവളുടെ നാണമെല്ലാം പോയി. ഈ ഗ്രാമത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഇക്രാസി എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. ഞാൻ ചോദിച്ചു ഇവിടെ എത്ര വീടുകളുണ്ടാവും? സുനീർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിക്കും. 35 വീടുകളാണ് ഉള്ളത്. എത്ര ആളുകൾ താമസിക്കുന്നുണ്ടാവും? ഈ 35 വീട്ടിലും കൂടെ ഏതാണ്ട് ഒരു 200 ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവൾ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞും ഷൂട്ട് ചെയ്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആളുകൾ കൂടി, ധാരാളം ആളുകൾ. എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. കുറേയേറെ കുട്ടികൾ ഒച്ച കൂട്ടി ബഹളം കൂട്ടി വരുന്നു. അപ്പോൾ ഇത് ഈ റോഡ് ഇത്തിരി പൊങ്ങിയിട്ടാണ്. അവിടുന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ഈ വീടുകളിരിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലാൻ. ഈ തിട്ട ഇറങ്ങി താഴേക്ക് ചെന്നു. താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കും സുനീറിന് ചുറ്റും ഈ കുട്ടികളിങ്ങനെ കൂടി നിൽക്കുക.
ഇവരോടെല്ലാം വളരെ ഹൃദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുനീർ. ഈ സമയം കൊണ്ട് ഞാൻ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ പകർത്തിയെടുത്തു. ഒപ്പം ഈ കുട്ടികളും സുനീറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പകർത്തിയെടുത്തു. കുട്ടികളോടെല്ലാം സുനീർ സംസാരിക്കുന്നത് അവരുടെ ഭാഷയിലാണ്. എന്താ നിൻ്റെ പേര്? അപ്പോൾ അവൻ്റെ പേര് പറയും അലി. അലി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അലി 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോഴത്തേക്ക് അലിയുടെ കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് വരും. അവനോട് ചോദിക്കും, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ 2ാം ക്ലാസ് വരെ പോയുള്ളൂ. നീ എന്ത് ഇന്നെ പോകാത്തേ? ഓ, അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല. അതെന്താ പഠിപ്പിക്കുന്നില്ലാത്തേ? ആ സ്കൂളിൽ പഠിക്കാനുള്ളതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞത്രേ. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും വരുന്നുണ്ട്. പെൺകുട്ടികളുടെ സംഘങ്ങളായിട്ടാണ് വരുന്നത്. അതെല്ലാം കുഞ്ഞു പിള്ളേരാണ്, 2ലും 3ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അതിൽ ഒരുവൾ ഇങ്ങനെ വന്നപ്പോൾ അവളോട് ചോദിച്ചു, എന്താ നിൻ്റെ പേര്? ഫാത്തിമ സാറ. അവളുടെ കൂട്ടുകാരിയുണ്ട് കൂടെ, അവളോടും പേര് ചോദിച്ചു. അവളുടെയും പേര് ഫാത്തിമ സാറ. 3ാമത്തെ ആളുടെ പേര് ലൈല. അങ്ങനെ ഈ പിള്ളേരുടെ ഇൻട്രാക്ഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വീടിൻ്റെയൊക്കെ തിണ്ണയിൽ സ്ത്രീകൾ പ്രത്യക്ഷപ്പെട്ടു. ആണുങ്ങളൊന്നുമില്ല അവിടെ. ആണുങ്ങളെല്ലാം പകൽ കൃഷിയിടത്തിലേക്കോ മറ്റ് പണിസ്ഥലത്തേക്കോ പോകും. അവർ വൈകിട്ടേ വരുള്ളൂ. പകൽ സമയത്ത് സ്ത്രീകളും കുട്ടികളും ഈ വീടുകളിൽ കാണുള്ളൂ. ഈ വീടെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്ര സമ്പന്നമല്ല, തീരെ സമ്പന്നമല്ല. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ദാരിദ്ര്യമുണ്ട്. പ്ലാസ്റ്റർ ചെയ്യാത്ത സിമൻറ്റ് കട്ടകൾ കൊണ്ട് പണിത വീടുകളാണ്. അതിൻ്റെ പലതിൻ്റെയും മേൽക്കൂര വാർത്തിട്ടുണ്ടെങ്കിലും ചതുരപ്പെട്ടികൾ പോലെ പണി തീരാത്ത വീടുകൾ. നമ്മൾ ബീഹാറിൻ്റെയൊക്കെ ഉൾനാടുകളിലൂടെ പോകുമ്പോൾ കാണുന്ന ഗ്രാമീണമായ ഏതാണ്ടൊരു നിലവാരം തന്നെയാണ് അവിടെ. ഈ സ്ത്രീകൾക്കും കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അവിടുന്ന് വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ ചെന്ന് കയറി. വീണ്ടും യാത്ര. ഇനി മലമുകളിലേക്ക് എത്തുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ചില ഗ്രാമങ്ങളിലും മനോഹരമായ വ്യൂ പോയിൻറ്റുകളിലൊക്കെ വണ്ടി നിർത്തുന്നുണ്ട്. വീണ്ടും കുറേ ദൂരം കൂടി ഓടി. ഇനി ഒരു 7-8 കിലോമീറ്ററോടെ ഉള്ളൂ ഇഫ്രാനിലേക്ക് എന്നുള്ളത് മൈൽ ഈ ബോർഡുകൾ കാണിക്കുന്നുണ്ട്. അപ്പോഴും ഒരു സംശയം, നല്ല വെയിലെന്നുള്ളതല്ലാതെ മഞ്ഞിൻ്റെ ഒരു സൂചന ഇവിടെയൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുനീറിനോട് ചോദിക്കുന്നു, സുനീറെ നേരാണോ, മഞ്ഞുണ്ടാവുമോ? പിന്നെ കഴിഞ്ഞ ആഴ്ചയും കൂടെ ട്രാഫിക് ബ്ലോക്ക് ആയതാ. അങ്ങനെ ഓടി ഓടി ഇഫ്രാൻ നഗരത്തിലേക്ക് കയറി. ഇഫ്രാൻ മലമുകളിലെ നഗരം തന്നെയാണ്. അപ്പോഴത്തേക്ക് സമയം ഒരു 4:30 കഴിഞ്ഞു. നഗരത്തിലേക്ക് കയറിയിട്ട് മഞ്ഞിൻ്റെ ഒരു കണിക പോലും കാണുന്നില്ല. ഇഫ്രാൻ്റെ നഗരഹൃദയത്തിലേക്കെത്തി. ഇല്ല, മഞ്ഞില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാൻ സുനീറിൻ്റെ മുഖത്തേക്ക് നോക്കി. സുനീർ, ഇതെവിടെയാണ് മഞ്ഞ്? സന്തോഷേട്ടാ, നമ്മുടെ സുഹൃത്തെന്നെ പറ്റിച്ചെന്ന് തോന്നുന്നു, മഞ്ഞില്ലല്ലോ. അപ്പോൾ എനിക്കും വലിയ നിരാശയായി. കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മുടെ ഇന്നത്തെ പദ്ധതിയെല്ലാം മാറ്റിവെച്ചിട്ട് വന്നത് ഈ അറ്റ്ലസ് മലനിരകളിലെ മഞ്ഞ് മൂടിയ പ്രദേശങ്ങൾ കാണാനാണ്, അത് ഷൂട്ട് ചെയ്യാനാണ്. ഒരു മരുഭൂരാജ്യത്ത് മഞ്ഞ് മൂടിയ പർവ്വതങ്ങളുണ്ടെന്ന ഞെട്ടിക്കുന്ന കാഴ്ച പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ് ഞാനും. എനിക്കും ചെറിയ നിരാശയായി. പക്ഷേ ഈ നിരാശ ഉണ്ടെങ്കിലും നമ്മൾ ഈ നഗരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്കാണെന്ന് നമുക്ക് തോന്നും. അതേ ഡിസൈനുള്ള വീടുകൾ, അതേ തരത്തിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഭൂപ്രദേശങ്ങൾ, പുൽമേടുകൾ, താഴ്വരകൾ, തടാകങ്ങൾ, ആൽപ്പൈൻ ശൈലിയിലുള്ള വീടുകൾ, വൃത്തിയുള്ള തെരുവുകൾ, അതിമനോഹരമായി ഡിസൈൻ ചെയ്ത വഴിയോരങ്ങൾ. നിങ്ങൾ സ്വിറ്റ്സർലൻഡിലോ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു മലയോര ഗ്രാമത്തിലോ അല്ല നിങ്ങൾക്ക് ഒരിക്കലും തോന്നാത്ത അതിഗംഭീരമായ സ്ഥലം. അവിടെ ഇഫ്രാൻ തടാകമുണ്ട്. തടാക തീരത്ത് വലിയൊരു ഉദ്യാനമുണ്ട്. അതിലെല്ലാം കാഴ്ചകൾ പകർത്തിയെടുത്തു. ഞാനിത് മൊറോക്കോയാണെന്ന് പറയാതെ ഈ ദൃശ്യങ്ങൾ കാണിച്ചാൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു മലയോര ഗ്രാമമാണെന്ന് എനിക്ക് തോന്നുള്ളൂ. അതിമനോഹരം, നല്ല വൃത്തി, ശരിക്കും യൂറോപ്പ് തന്നെ. ഏതായാലും വന്നത് നഷ്ടമായില്ല. ഞങ്ങൾ വീണ്ടും കാറിൽ കയറി ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു. എവിടെയെങ്കിലും മഞ്ഞ് കാണുമോ എന്നുള്ളൊരു സംശയത്തിൽ. പക്ഷേ എങ്ങും കണ്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ലിസ്റ്റ് എഴുതി തയ്യാറാക്കി വെച്ചിരുന്നതിൽ നിന്ന് ഇവിടെ അടുത്തൊരു മൊണാസ്ട്രി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഈ യാത്രക്കിടയ്ക്ക് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. അതുകൂടാതെ ഒരു പ്രദേശത്ത് ദേവദാരു മരങ്ങൾ മാത്രം വളരുന്ന ഒരു മലഞ്ചെരിവുണ്ട്. അവിടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ഭീമാകാരൻ ദേവദാരു മരമുണ്ട്. അത് കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ ഇന്ന് ഏതായാലും ഇവിടം വരെ വന്നു, ഇനിയുള്ള അടുത്ത 1 മണിക്കൂർ നേരം പോയി ഷൂട്ട് ചെയ്യാനുള്ള കാഴ്ചകൾ കിട്ടും. അങ്ങോട്ട് വണ്ടി വിട്ടാലോ? സുനീർ ഗൂഗിളിൽ തപ്പി. സെദ്രെ ഗൗറൗദ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ദേവദാരുക്കളുള്ളത്. സെദ്രെ എന്ന് പറഞ്ഞാൽ സെഡാറിൻ്റെ ഒരു വാക്കായിരിക്കണം, ഫ്രഞ്ച് വാക്കായിരിക്കണം. സെദ്രെ ഗൗറൗദ് എന്ന് പറയുന്ന സ്ഥലത്താണത്. കൂടാതെ ഈ മൊണാസ്ട്രികളും അതിൻ്റെ സമീപത്ത് എവിടെയോ ആണ്. അതിൽ അങ്ങോട്ട് വണ്ടി വിടാൻ തീരുമാനിച്ചു. ഗൂഗിളിൽ മാപ്പിട്ടു പോയി. അങ്ങനെ പോകുമ്പോൾ നഗരം പിന്നിട്ട് കഴിയുമ്പോഴത്തേക്കും വളരെ മനോഹരമായൊരു വനപ്രദേശത്തുകൂടിയാണ് പോകുന്നത്. കുറേ ദൂരം നിബിഡമായ വനം, പൈൻ മരങ്ങളൊക്കെയുള്ള യൂറോപ്പിലെ ഒരു വനത്തിലൂടെ തന്നെ നമ്മളങ്ങനെ പോവുകയാണ്. ചിലയിടത്ത് ചെല്ലുമ്പോൾ മലമുകളിൽ വ്യൂ പോയിൻറ്റുകളാണ്. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമല്ല, പക്ഷേ അവിടെ വണ്ടി നിർത്താം.
അങ്ങ് താഴ്വാരത്ത് സമതലങ്ങളാണ്, കൃഷിയിടങ്ങൾ നിരന്ന് കിടക്കുന്ന സമതലങ്ങൾ, അതിനുള്ളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ആൽപ്സിൻ്റെ ഒരു മലനിരയിൽ നിന്ന് നമ്മൾ ഓസ്ട്രിയയുടെ ഗ്രാമങ്ങളൊക്കെ കാണുന്നത് പോലത്തെ മനോഹരമായ കാഴ്ചയാണ്. പിന്നെ വീണ്ടും പോകുമ്പോൾ ചെറിയ ചെറിയ പട്ടണങ്ങളെത്തും. ഈ പട്ടണങ്ങളൊക്കെ ക്യാമ്പിങ്ങിന് പ്രശസ്തമായ സ്ഥലങ്ങളാണ്. ആളുകൾ താഴ്വാരത്ത് നിന്ന് ക്യാമ്പ് ചെയ്യാൻ വരും, അവിടെ ടെൻറ്റുകൾ അടിച്ച് താമസിക്കും, അവർക്ക് വേണ്ട ഫെസിലിറ്റികളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കൂടി നമ്മൾ കല്ലിൻ്റെ വലിയ മതിലുള്ള ഒരു പ്രദേശത്തേക്ക് എത്തുകയാണ്. ഇവിടെയായിരുന്നു അത്രേ ആ പഴയ മൊണാസ്ട്രി. അവിടെ ഒരു ബോർഡ് കണ്ടു, ടൂംലി ലൈൻ മൊണാസ്ട്രി. ഇതാണ് ഞങ്ങൾ അന്വേഷിച്ചു വന്ന പഴയ മൊണാസ്ട്രി, ക്രിസ്തീയ സന്യാസിമാർ താമസിച്ചിരുന്ന മൊണാസ്ട്രി. ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് വണ്ടി വിട്ടു. അകത്തേക്ക് കയറി ചെല്ലുമ്പം പഴഞ്ചൻ കുറേ കെട്ടിടങ്ങളേ ഉള്ളൂ. കുറേ പശുക്കൾ അവിടെ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഈ പഴഞ്ചൻ കെട്ടിടങ്ങളുടെ മേൽക്കൂര പലതും തകർന്നു പോയിരിക്കുന്നു. അവിടെ ആരെയും കാണുന്നില്ല, പശുക്കൾ മാത്രം. ഞങ്ങൾ ഒരിടത്ത് വണ്ടി നിർത്തി, ഞാൻ ഇറങ്ങി ഈ പഴഞ്ചൻ കെട്ടിടങ്ങൾക്കടുത്തേക്ക് നടന്നു. അതൊന്നും മേൽക്കൂരയില്ല. അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ അതിൻ്റെ ഒരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 1950 മുതൽ 1980 വരെ ഒരു സ്കൂളായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയ മൊണാസ്ട്രി ഉണ്ടായിരുന്നു. നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആദ്യം മൊണാസ്ട്രിയാണ് ഉണ്ടായത്. മൊണാസ്ട്രിയോടനുബന്ധിച്ച് സ്കൂൾ പിന്നീട് പണിയാണ് ചെയ്തത്. ആദ്യകാലത്തെ ഈ സ്കൂള് ഇവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് പ്രൗഢമായ, നമ്മുടെ ഊട്ടിയിലെയൊക്കെ സ്കൂളുകൾ പോലെ പണിതാണ്. അവിടെ പഠിപ്പിക്കാൻ വന്നിരുന്നത് ഫ്രഞ്ച് പാതിരിമാരാണ്. നല്ല അച്ചടക്കത്തോടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഹോസ്റ്റലോട് കൂടിയ ഒരു റെസിഡൻഷ്യൽ സ്കൂളായിരുന്നത്. പക്ഷേ പിന്നീട് ഈ സന്യാസിമാർ ഈ സ്കൂളിനെ മറ്റൊരു തരം സ്കൂളാക്കി മാറ്റി. നഗരത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുന്ന കുട്ടികളെ, ആൺകുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് മിടുക്കരാക്കുന്ന ഒരു സ്കൂളാക്കി അതിനെ മാറ്റി. അപ്പോൾ 10-20 സന്യാസിമാർ ഇവിടെയുണ്ട്. ഇവരെ പഠിപ്പിക്കുന്നവർ, ഇവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നവർ എന്ന് മാത്രമല്ല, പ്രാർത്ഥനയിലും സന്യാസ ജീവിതത്തിലും കഴിയുന്ന കുറേ ആളുകൾ. ബെനഡിക്റ്റൈൻ സന്യാസി സമൂഹമാണത്. അങ്ങനെ ഞങ്ങൾ ചുറ്റി നടന്ന് ഈ മൊണാസ്ട്രിയുടെ പല ഭാഗങ്ങൾ, ഇതെല്ലാം ആളൊഴിഞ്ഞു പോയിരിക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ്. 1980 ശേഷം ആരും അങ്ങ് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത മട്ടില്ല. പക്ഷേ ഇതിനകത്തൂടെ എല്ലാം കയറി നടക്കാം. അതിനകത്തെ പ്രധാന ചാപ്പലുണ്ട്, സന്യാസിമാർ താമസിച്ചിരുന്ന മുറികളുണ്ട്. അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ട മട്ടിൽ ഒരു പ്രേതാലയം പോലെ ഇങ്ങനെ കിടക്കുക, ഒരു ഭാർഗവി നിലയം പോലെ. ഞാനതെല്ലാം ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സുനീർ ഒരു വൃദ്ധനുമായിട്ട് സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്രായമായ കാരണവരാ. അയാളുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബൂഹ എന്നാണ്. അബൂഹ പശുവിനെ തെറ്റി നടക്കുകയാണ്. അബൂഹയുടെയാണ് ഈ കണ്ട പശുക്കളെല്ലാം. പുള്ളിക്ക് കുറേ പശുക്കളുണ്ട്. അപ്പോൾ അബൂഹ കഥ പറഞ്ഞു. അബൂഹയുടെ പിതാവ് ഈ സ്കൂളും ഈ സന്യാസി മഠവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടുത്തെ വാച്ചറായിരുന്നു. പിന്നീട് 1980 ആയപ്പോഴേക്കും കുട്ടികളില്ലെന്നായി. മൊറോക്കോയിലെ സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം മാറി. ക്രിസ്ത്യാനിറ്റി തന്നെ അവിടുന്ന് ഏതാണ്ട് ഇല്ലാതായി. ഫ്രഞ്ചുകാരെല്ലാം മടങ്ങി ഫ്രാൻസിലേക്ക് പോയപ്പോൾ ഈ സന്യാസി മഠവും സ്കൂളും ഒക്കെ അടച്ചു പൂട്ടിക്കെട്ടി. സന്യാസിമാരും തിരിച്ചുപോയി. സർക്കാർ ഈ പ്രദേശം ഏറ്റെടുത്തതിന് ശേഷം ഈ അബൂഹയെ, അതായത് അച്ഛനിൽ നിന്ന് മകനിലേക്ക് ഇതിൻ്റെ കാവലേൽപ്പിച്ചു. അബൂഹയാണ് പിന്നീട് 80 മുതൽ നമ്മൾ ഈ ചെല്ലുന്ന 2023 വരെ ഇതിനെ നോക്കി നടത്തുന്നത്. ഇപ്പോൾ അബൂഹയ്ക്ക് 85-86 വയസ്സുണ്ട്. അബൂഹ പശുക്കളുമായിട്ട് വരും. ഈ പറമ്പിൽ കൂടെ എല്ലാം പശുക്കളെ തീറ്റി നടക്കും. വൈകിട്ട് തിരിച്ചു പോകും. അബൂഹയ്ക്ക് കുറച്ച് ചില്ലറയൊക്കെ കൊടുത്തു. ചില്ലറ എടുത്തപ്പോൾ അബൂഹ വലിയ ഹാപ്പിയായെന്ന് മാത്രമല്ല, അബൂഹ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ യാത്ര സുഗമമാകാൻ വേണ്ടി, ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി. അബൂഹയെ അവിടെ വിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയായി. വീണ്ടും പോയി കുറേ ദൂരം വനത്തിലൂടെയും മറ്റും ഓടി നമ്മൾ ദേവദാരുക്കളുടെ താഴ്വാരത്തേക്ക് എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സന്ധ്യ മയങ്ങി തുടങ്ങി. ടൂറിസ്റ്റുകളെല്ലാം മടങ്ങുകയാണ്. വഴിയോരത്ത് കുറേ കച്ചവടപ്പീടികകളുണ്ട്, സുവനീറുകൾ വിൽക്കുന്ന കടകൾ, ചായക്കടകൾ ഒക്കെ. പിന്നെ കുറേ കുതിരക്കാരുണ്ട് കുതിരയായിട്ട്. അങ്ങനെ ഒരിടത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ വമ്പൻ ദേവദാരു മരങ്ങൾ. അതിലെ അകലെ ആ മൈതാനത്തിൻ്റെ നടുക്ക് ഒരു കൂറ്റൻ ദേവദാരു മരം. ആ മരമാകെ ഉണങ്ങിപ്പോയിരിക്കുന്നു. ഞങ്ങളതിൻ്റെ അടുത്തേക്ക് ഇരുന്നു. അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതൊരു ഭീമാകാരൻ മരമാണ്. ദേവദാരുക്കളിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ലോകത്തിലെ ഒരു മരം. അതിൻ്റെ ചുറ്റും നടന്ന് ചിത്രങ്ങൾ പകർത്തി. അപ്പോഴത്തേക്കും സുനീറിനൊരു ചായ കുടിക്കണം. സുനീറിന് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും. മിൻറ്റിട്ട, നല്ല പഞ്ചസാരയിട്ട ട്രഡീഷണൽ മൊറോക്കൻ ചായ, കട്ടൻ ചായ. ഈ മൈതാനത്തിന് ചുറ്റും ദേവദാരു മരങ്ങളുടെ ഒരു വനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ളിൽ ധാരാളം ചെറിയ ചെറിയ കടകളുണ്ട്, തട്ടുകടകൾ പോലെ. അവിടെ ചായയും പലഹാരമൊക്കെ കിട്ടും. അവിടേക്ക് കയറി ചെന്നു. അവിടെ സാനിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായയും പലഹാരമൊക്കെ ഉണ്ട്. ഞങ്ങൾ 3 ചായ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത്, ഫ്രഷായിട്ടാണ്. അതുണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടു നിൽക്കാൻ രസമാണ്. അത് മിൻറ്റൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇതിങ്ങനെ ആറ്റും. പല തവണ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് ഇങ്ങനെ
അങ്ങനെയാണ് ഇതിന് ചായക്ക് രുചി ഉണ്ടാക്കിയെടുക്കുന്നത് അത്രേ. ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുനീറിനോട് ഞാൻ ചോദിച്ചു, നമുക്കെന്നാൽ ഇനി റബാത്തിലേക്ക് പോയാലോ? കാരണം ഇനിയിപ്പോൾ ഇവിടെ മഞ്ഞൊന്നുമില്ല, ഇനി പ്രത്യേകിച്ചൊന്നും കാണാനുമില്ല, ഇവിടെ ഇന്ന് രാത്രി താമസിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ പോയാൽ രാത്രിയിൽ ഇത്തിരി വൈകിയാണെങ്കിലും നമുക്ക് റബാത്തിലെത്താം, അവിടെ പോയി കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ ഏറ്റ് റബാത്തിലെ കാഴ്ചകൾ ചിത്രീകരിച്ച് നമുക്ക് യാത്ര തുടരാം. അപ്പോൾ സുനീർ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോയാലോ? ഇന്ന് രാത്രി എനിക്ക് വിട്ടുക, ഞാൻ ഇതിനൊരു പ്രതികാരം ചെയ്തിട്ടേ ഉള്ളൂ. പുള്ളി അപ്പോഴല്ല ഈ മൊബൈലിൽ എന്തൊക്കെയോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ആരെയൊക്കെ വിളിക്കുന്നുണ്ട് മാറുന്നത് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മഞ്ഞില്ലാതെ പോയതിൻ്റെ ഒരു വിഷമം മാറ്റണം, അതിനൊരു പരിഹാരം എന്തെങ്കിലും കണ്ടുപിടിക്കണം, അതിനുവേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് സുനീറിന് എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും ഇന്ന് രാത്രി നമ്മളിവിടെ കിടക്കും, നാളെ പുലർച്ചെ നമ്മൾ ഏറ്റുപോകും. ഞാൻ സമ്മതിച്ചു, കാരണം സുനീർ ഒന്നും കാണാതെ പറയില്ലല്ലോ. വണ്ടിയിൽ കയറി ഞങ്ങൾ വീണ്ടും ഇഫ്രാൻ നഗരത്തിലേക്ക് മടങ്ങുകയാണ്. ഒരു 10-12 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് ഇഫ്രാൻ നഗരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നേരെ ഇരുട്ടിക്കഴിഞ്ഞിട്ടാണ് നഗരത്തിലെ തെരുവുകളിൽ ആളുകളുടെ എണ്ണം കൂടുന്നത്. ഈ ഇഫ്രാൻ നഗരം ഒരു ഊട്ടി പോലെയാണ്, നമ്മുടെ ഊട്ടി പോലെയാണ്. അപ്പോൾ നിരവധി കുന്നുകളും താഴ്വരകളും ഉള്ള ഒരു പട്ടണം തന്നെയാണ്. ഈ കുന്നിൻ മുകളിലെല്ലാം ഗംഭീരമായ വീടുകളാണ്, മാൻഷൻ ഹൗസുകൾ എന്ന് വേണേൽ പറയാവുന്നത്. ചിലടത്ത് കൊട്ടാരമുണ്ട്, മൊറോക്കൻ രാജാവിൻ്റെ തന്നെ കൊട്ടാരങ്ങൾ വരെ ഇതിനകത്തുണ്ട്. ഒരു ഭാഗത്ത് വലിയൊരു ഉദ്യാനത്തിന് നടുക്കൂടെ വലിയൊരു നീണ്ട ഒരു റോഡ് കിടക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ അങ്ങേയറ്റത്ത് രാജാവിൻ്റെ കൊട്ടാരമാണ് അത്രേ. അതുപോലെ ഈ ഇഫ്രാൻ്റെ പരിസരത്ത് രാജാവിന് ഇടയ്ക്ക് വരാൻ വേണ്ടി ഒരു എയർ സ്ട്രിപ്പൊക്കെ പണിതിട്ടുണ്ട്, രാജാവിൻ്റെ വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി. അവിടെ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട്, രാജാവിൻ്റെ അതിഥികൾ, വിശേഷപ്പെട്ട അതിഥികളെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിലായി, ഇഫ്രാൻ മോശം സ്ഥലമല്ല, കഷ്ടകാലത്തിന് ഇന്ന് മഞ്ഞില്ലാതായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ചെല്ലുന്നത് ഈ നഗരഹൃദയത്തിലേക്ക്, നഗരത്തിൻ്റെ സ്ക്വയറിലേക്കാണ്, മധ്യഭാഗം. അവിടെ കുറേയേറെ കടകളും റെസ്റ്റോറൻറ്റുകളും ഷോപ്പിംഗ് സ്ഥാപനങ്ങളും എല്ലാം ഉള്ള, സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഒരു സ്ഥലമാണ്. ഈ ദൃശ്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വണ്ടിയിൽ നിന്നിറങ്ങി തന്നെ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും സുനീർ നല്ല നിറഞ്ഞ ചിരിയോടെ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, നമുക്കൊന്ന് കിടക്കണ്ടേ, പോ വണ്ടിയിലിട്ട് കയറ്. ചെന്ന് വണ്ടിയിലേക്ക് കയറി. ഞാൻ സംശയങ്ങളൊന്നും പ്രകടിപ്പിച്ചില്ല, ഇനി എന്താണെന്നുള്ള സസ്പെൻസ് കാണുക തന്നെ. വണ്ടി അങ്ങനെ ഓടുകയാണ്. വണ്ടി കുറേ ദൂരം ഇരുട്ടിലൂടെ ഓടുന്നത്. പിന്നെ ഒരു ചെറിയ കുന്ന് കയറി തുടങ്ങി. കുന്നിൽ അവിടെ ലൈറ്റുണ്ട് വഴിയിലെ ഓരങ്ങളിൽ. പിന്നെ ആ കുന്നിൻ്റെ മുകളിലേക്ക് എത്തുന്നു. കുന്നിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ വലിയൊരു ഗേറ്റ്. ആ ഗേറ്റ് കടക്കുന്നതോടുകൂടി വലിയൊരു മൈതാനം, പുൽമേട്. അതിൻ്റെ അങ്ങേയറ്റത്ത് പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കൊട്ടാരം. ഈ കൊട്ടാരത്തിൻ്റെ പോർച്ചിലേക്കാണ് വണ്ടി വിടുന്നത്. കൊട്ടാരത്തിൻ്റെ പോർച്ചിൽ പോയി വണ്ടി നിന്നു. സുനീർ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇറങ്ങ്. അവിടെ ഇറങ്ങി അകത്തേക്ക് കയറി. കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച അതിമനോഹരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന, എസ്തെറ്റിക്കലി അതിഗംഭീരം എന്ന് പറയാവുന്ന ഒരു 5 സ്റ്റാർ റിസോർട്ട്. ഈ പ്രദേശത്തെ, ഈ ഇഫ്രാൻ പ്രദേശത്തെ തന്നെ ഏറ്റവും വില കൂടിയ, ഏറ്റവും ഗംഭീരമായ ഒരു റിസോർട്ട്. മൊറോക്കൻ രാജാവിൻ്റെ അതിഥികൾ പോലും വന്നാൽ താമസിക്കുന്ന, ലോകരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ വന്നാൽ താമസിക്കുന്ന അതിഗംഭീരമായൊരു റിസോർട്ട്. ഇവിടെയാണ് ഇന്ന് രാത്രി താമസിക്കാൻ നമ്മൾ മുറിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ റിസപ്ഷനിലേക്ക് ചെല്ലുന്നു. അതിൻ്റെ ചില ഫോർമാലിറ്റികളുണ്ട്, ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. സുനീർ ആ ഫോർമാലിറ്റിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഫില്ല് ചെയ്യണം. ആ സമയം കൊണ്ട് ഞാൻ ആ റിസപ്ഷൻ ഏരിയ ഷൂട്ട് ചെയ്തു. കല്ലുകൊണ്ട്, നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് കല്ലടുക്കി പണിത ചുവരുകൾ, തൂണുകൾ, റോ മരം കൊണ്ട് പണിതിരിക്കുന്ന മേൽക്കൂരകൾ. പക്ഷേ അതിൻ്റെ സൗന്ദര്യം നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. അപ്പോഴത്തേക്കും ചെക്ക് ഇൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു. ഒരു യുവതി ഞങ്ങളെ മുറി കാണിക്കാൻ കൊണ്ടുപോവാണ്. 1-ാം നിലയിലേക്കാണ്. ഗംഭീരമാണെല്ലാം, ഒന്നും വിവരിക്കാനില്ല. ആഡംബരത്തിൻ്റെ അങ്ങേയറ്റം. ലിഫ്റ്റിൽ കയറി മുകളിലത്തെ നിലയിൽ ചെല്ലുന്നു. 2 മുറികളാണ് എടുത്തിരിക്കുന്നത്, ഒന്ന് എനിക്കും ഒന്ന് സുനീറിനും റിസ്വാനും വേണ്ടി. ആദ്യം എൻ്റെ മുറിയിലേക്ക് കയറുന്നു. അതിനകത്ത് ഒരു സ്വീറ്റ് റൂമാണ്. സ്വീറ്റ് റൂം എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം, വേറൊരു ഭാഗത്തൊരു ലിവിങ് ഏരിയ, മനോഹരമായ ഒരു കിച്ചണറ്റ്, ഗംഭീരമായ ഒരു ടോയ്ലറ്റ് തന്നെ ഒരു വലിയ മുറി തന്നെയാണ്. ഞാൻ ലഗേജ് അവിടെ വെച്ചു. അടുത്ത മുറി കാണാൻ പോയി. ആ മുറി ചെന്നു. അതും ഇതുപോലെ തന്നെ ലഗേജൊക്കെ ഒരിടത്ത് വെച്ചു. സുനീർ ആ കട്ടിലേക്ക് ഒന്ന് ചാടി അതിൽ മലർന്ന് കിടന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, സന്തോഷേട്ടാ, ഇന്നിനി ഈ രാത്രിയിൽ മഞ്ഞ് കാണാൻ പോണോ? ഞാൻ പറഞ്ഞു, ഈ രാത്രിയിൽ ഇനി മഞ്ഞ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം.
ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.